ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ജാനുവരി മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഈ പുതിയ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ് കൊണ്ടുവരട്ടെ. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ മന്ത്ലി ജാനുവരി റീഡിംഗ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് ജാനുവരി എനർജി 9 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി വേൾഡ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 7 ഓഫ് കപ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഈ സമയത്ത് 6 ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഹിഡൻ ഫാക്ടേഴ്സ് നിങ്ങളുടെ എന്താണ്, നൈറ്റ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി ഫൂൾ ആൻഡ് നിങ്ങളുടെ ഔട്ട്കം, ജാനുവരി മാസത്തിൻ്റെ ഔട്ട്കം ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ സാജിറ്റേറിയസ്, ഇവിടെ ഞാൻ കാണുന്നത് ഫൂളാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ഏരീസ് എനർജിയാണ്, പക്ഷേ ഇതൊരു പുതിയ ബിഗിനിങ്, പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾ ജാനുവരി 2024 കുറച്ചുകൂടിയും ഓപ്പൺ ആണ് ന്യൂ എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ട്. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. മുമ്പേ മേ ബി നിങ്ങൾ കുറച്ചുകൂടിയും ഒരു റിസർവ് ടൈപ്പ് ആയിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ കാണാണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി വിഡ്രോൺ, ഒരു റിസർവ്ഡ്, ഒരു കെയർഫുൾ മാതിരി ഒരു എനർജിയാണ്. പക്ഷേ ഫൂൾ ഒരു കെയർ ഫ്രീ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ജാനുവരിയിൽ പുതിയ ബിഗിനിങ്സ് ഒക്കെ വെൽക്കം ആണ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ. അതുമാത്രമല്ല, നിങ്ങളുടെ അപ്രോച്ചും കുറേ കൂടിയും ഒരു ഓപ്പൺ മാതിരിയാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും കുറേ കൂടിയും ഒരു ന്യൂ എക്സ്പീരിയൻസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 4 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ്. ഇത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഇമോഷണലി കുറച്ച് ഒരു ഐസൊലേറ്റഡ്, ഒരു വിഡ്രോൺ എനർജിയിലായിരുന്നു. ഇമോഷണലി മുമ്പേ നിങ്ങൾ അത്ര ഓപ്പൺ ആയിരുന്നില്ല. നിങ്ങളുടെ എനർജി കുറച്ചൊരു റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് അത്ര പൈസ ചിലവാക്കണ്ട എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടിയും ഒരു സേവിങ് മോഡിലായിരുന്നു നിങ്ങൾ പാസ്റ്റിൽ. പക്ഷേ കറണ്ട് ജാനുവരി എനർജിയിൽ ആദ്യം ഒരു 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടിയും ഒരു ഫ്രീ സ്പിരിറ്റഡ്, നിങ്ങളുടെ വിഷസൊക്കെ ട്രൂ ആവണ എനർജിയിലാണ്. പുതിയ ബിഗിനിങ്സിനെ എംബ്രേസ് ചെയ്യണ എനർജിയിലാണ്. ഒരു ഹാപ്പി ഗോ ലക്കി അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ജാനുവരിയിൽ. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു കംപ്ലീഷനാണ്. അപ്പോൾ എന്തോ ഒരു നിങ്ങളുടെ ഒരു സൈക്കിൾ, ലൈഫ് സൈക്കിളിൽ ഒരു വലിയ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി 2024 നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ എക്സ്പീരിയൻസസുമാണ് ആൻഡ് കുറേ ന്യൂ ബിഗിനിങ്സ് ആൻഡ് വലിയ വലിയ ഈവെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഈ വലിയ പുതിയ ബിഗിനിങ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ എനർജിയാണ് 7 ഓഫ് കപ്സ്. എന്നുവെച്ചാൽ നിങ്ങളുടെ അടുത്ത ഓപ്ഷൻസ് കുറേ ഉണ്ട്. പക്ഷേ ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എഫേർട്ട് ഇടേണ്ടത്, അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് കുറച്ചൊരു ഐഡിയലിസ്റ്റിക് എനർജിയുമാണ്. അപ്പോൾ റിയാലിറ്റിയിൽ കുറച്ചൊരു ഡിസ്കണക്റ്റഡ് മാതിരി ഒരു എനർജി. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ 6 ഓഫ് കപ്സ് ഇവിടെ പാസ്റ്റിൽ ഉള്ള ആൾക്കാർ, നിങ്ങളെ ശരിയായി അറിയണ ആൾക്കാർ, മേ ബി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ഇല്ലാച്ച ഫാമിലി, എന്നുവെച്ചാൽ അവർ നിങ്ങളെ കുട്ടിക്കാലം തൊട്ടിട്ട് നിങ്ങളെ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് അവർക്കെല്ലാം നല്ല പോലെ അറിയാം. അപ്പോൾ ഇവരുടെ ഹെൽപ്പ് എടുക്കുക. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ കണക്ട് ആവേണ്ട ആവശ്യമുണ്ട്. പാസ്റ്റ് ഫ്രണ്ട്സ്, പാസ്റ്റ് റിലേറ്റീവ്സ്, പാസ്റ്റിലുള്ള ആൾക്കാർ, ഇവരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോണേ ഈ കൺഫ്യൂഷനുള്ള എനർജിയിൽ നിന്ന് പുറത്തു വരാൻ. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിഡൻ ഫാക്ടർ. അപ്പോൾ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി, വെരി ക്വിക്ക് മൂവിങ്, ഫാസ്റ്റ് മൂവിങ് ഓപ്പർച്യൂണിറ്റി, കമ്മ്യൂണിക്കേഷൻ
നിങ്ങളുടെ ഡിറക്ഷനിൽ വരാൻ പോകുന്നുണ്ട് വെരി സൂൺ. ഓൾറെഡി വന്നിട്ടില്ല വെച്ചാൽ വരും, പക്ഷേ ഇത് ഒരു ടൈം സെൻസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് വേഗം. ആ ആക്ഷൻ നിങ്ങൾ വേഗം എടുത്തില്ല വെച്ചാൽ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവും. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഇത് വെർഗോ എനർജിയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഒരു ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഫാമിലി ലൈഫിലും ആൻഡ് ഈവൻ നിങ്ങളുടെ കരിയറിലും. ഓക്കെ, അപ്പോൾ നല്ല പൊതുവേ ഒരു നല്ല ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ്. പക്ഷെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ മെസ്സേജസ് ഒക്കെ ചേഞ്ച് ആവും. അപ്പോൾ ഈ ഫൂൾ എനർജി എന്താണ് ഇവിടെ? ജഡ്ജ്മെൻറ്റ്. ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഇവിടെ ഒരു പാസ്റ്റ് എനർജി തിരിച്ചു വരണ മാതിരിയും ഉണ്ട്. ഓക്കെ, ആരോ നിങ്ങളുടെ പാസ്റ്റിന് ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ടാവും. ഇതൊരു പാസ്റ്റ് പേഴ്സൺ പറഞ്ഞാൽ ഒരു ലവർ ആവണം എന്നല്ല, പക്ഷെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, എനിബഡി. നിങ്ങളുടെ പാസ്റ്റിന് ആരോ തിരിച്ചു വരുന്നുണ്ട്. ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് അതായിരിക്കാം. മേ ബി നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആയിരുന്നു. ഈ പേഴ്സണും നിങ്ങൾ ഒരു സെപ്പറേഷൻ, ഒരു ടെമ്പററി സെപ്പറേഷനിലായിരുന്നു മേ ബി. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിലായി പോയിരുന്നു. നിങ്ങൾ കുറേ ടെൻസ്ഡായി. ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് അവരുടെ എനർജി വിഡ്രോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായില്ല. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തു. അപ്പോൾ രണ്ട് സൈഡിനും എനർജി വിഡ്രോ ചെയ്തിട്ട് ഒരു സെപ്പറേഷൻ, ഒരു ടെമ്പററി സെപ്പറേഷനാണ് ഞാൻ കാണുന്നത്. ആൻഡ് അത് കാരണം നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആയിരുന്നു. എന്നുവെച്ചാൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായില്ല എന്തെന്നാ ഇങ്ങനെ ഉണ്ടായി എന്ന്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ ഹാപ്പിയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. 10 ഓഫ് സോഡ്സ്. അപ്പം 9 ഓഫ് സോഡ്സ് കഴിഞ്ഞാൽ നിങ്ങൾ 10 ഓഫ് സോഡ്സിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ കുറേ കൂടി പോയിട്ട് ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു ബിട്രേയൽ ആണ് ഞാൻ ആക്ച്വലി കാണുന്നത്. പക്ഷേ ഈ ബിട്രേയൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ആക്ച്വലി റിലീവ്ഡ് ആണ്. എന്നുവെച്ചാൽ ഇത് കുറേ സ്ട്രെസ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ അറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി വന്നു. ആൻഡ് ഈ ഒരു എൻഡിങ് പോലെ ആണ് ഞാൻ ഇവിടെ കാണുന്നത് 10 ഓഫ് സോഡ്സ്. ഈ 10 ഓഫ് സോഡ്സ് എന്താണ്? ഈ 9 ഓഫ് കപ്സിൻ്റെ കൂടെ കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു എക്വേറിയസ്, ലീബ്ര, ജെമിനി, ഇത് എസ്പെഷ്യലി ഒരു എക്വേറിയസ് എനർജിയാണ്. ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ പേഴ്സണെ കുറിച്ച്. മേ ബി ഈ പേഴ്സൺ തന്നെ നിങ്ങളോട് പറയുന്നുണ്ടാവും ഇത് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ എൻഡ് ചെയ്യാമെന്ന്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയപ്പോൾ നിങ്ങൾ കുറച്ചൊരു ഫ്രീഡം മാതിരിയാണ് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് അറിയണ്ടായില്ല എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു എനർജിയിലായിരുന്നു. ഇപ്പോൾ ആ ക്ലാരിറ്റി വന്നപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു റിലീഫാണ് ഫീൽ ചെയ്യണത്. വേൾഡ് ഇവിടെ ഫ്യൂച്ചർ എനർജിയിൽ എന്താണ്? അപ്പോൾ പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ഡയറക്ഷനിൽ പറയുന്ന ഫ്യൂച്ചറിൽ. ആൻഡ് ഇതൊരു വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ ഇതൊരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആവും നിങ്ങളുടെ ഡയറക്ഷനിൽ പറയണത്. ഒരു കുറേ ലോങ് ടേം പാർട്ട്ണർഷിപ്പ് ആണ് ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നത്. അപ്പോൾ ഈ 7 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചാലഞ്ച്? എന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് പുതിയ ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ, ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പ്. പക്ഷേ പ്രോബ്ലം ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു നല്ല പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ ഇത് കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിൽ. സഡൻലി നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഡേറ്റിങ്ങിൽ. ആൻഡ് അതുണ്ടാവുമ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായി പേഴ്സൺ, അതാണ് ഇവിടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. പക്ഷെ അത് അത്ര ഒരു മോശമുള്ള കൺഫ്യൂഷൻ അല്ല അല്ലേ? അപ്പോൾ എനിവേ 6 ഓഫ് കപ്സ് ഞാൻ കാണുന്നത് ഇവിടെ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, ഈ പാസ്റ്റ് പേഴ്സൺ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണം. എന്നുവെച്ചാൽ അവർ മനസ്സിലാക്കി അത് അവരൊരു വലിയ മിസ്റ്റേക്ക് ചെയ്തു എന്ന്. ആൻഡ് അവർക്ക് പാസ്റ്റിൻ്റെ ബാഗേജ് ബേർഡൻസ് ഒക്കെ റിലീസ് ചെയ്യണം എന്നുണ്ട്. ആൻഡ് അവർ തിരിച്ചു വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതാണ് അഡ്വൈസ് ഇവിടെ. അത് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ തിരിച്ച് റീകൺസൈൽ ചെയ്യേണ്ട വെച്ചാലും ഒരു ഫ്രണ്ട്ലി നോട്ടിൽ കാര്യങ്ങൾ എൻഡ് ചെയ്യാം. ഓക്കെ, ഒരു ഫ്രണ്ട്സായിട്ട് മേ ബി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം റിലേഷൻഷിപ്പ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ആരോ പാസ്റ്റിന് വരാൻ പോകുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ഓഫർ ഉണ്ട്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ് ഹിഡൻ ഫാക്ടർ?
ജസ്റ്റിസ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇത് നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ക്ലിയർ ആയിരിക്കില്ല, പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇത് കുറച്ചൊരു സർപ്രൈസിങ് ആയിരിക്കാം. ലീബ്ര എനർജിയാണ് ജസ്റ്റിസ്. അപ്പോൾ ഔട്ട്കം നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ലൈഫിൽ ആദ്യം ഒരു ചോയ്സ് ആണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഒരു പുതിയ ബിഗിനിങ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. ഈ പേഴ്സൺ മാത്രമായിരുന്നില്ല നിങ്ങളുടെ ലൈഫിൽ, വേറെ ആൾക്കാരുടെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ആൻഡ് ആ ഡയറക്ഷനിൽ പോകുമ്പോഴാണ് ഈ പേഴ്സൺ തിരിച്ചു വരണേ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണോ, ഓർ പുതിയ സൈക്കിൾ വേറെ ഒരു പുതിയ പേഴ്സൻ്റെ കൂടെ മുമ്പോട്ട് പോകണോ, അങ്ങനത്തെ ചോയ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജാനുവരിയിൽ ഉണ്ടാവാൻ പോണേ. എന്നുവെച്ചാൽ ഒരു കാരണം ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് ആവാൻ. ആൻഡ് ആ കാരണം ഒരു ചെറിയ റീസൺ ആയിരുന്നില്ല. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ചോയ്സ് ഉണ്ടാവും ജാനുവരിയിൽ. ഏത് ഡിറക്ഷനിൽ, പാസ്റ്റിൻ്റെ ഡിറക്ഷനിലാണോ പുതിയ ഡിറക്ഷനിലാണോ പോകേണ്ടതെന്ന്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചോയ്സ് ഉണ്ടാവാൻ പോണേ ജാനുവരിയിൽ. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. സാജിറ്റേറിയസ്, ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. 4 ഓഫ് കപ്സ് അണ്ടർ ദ ഡെക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പാസ്റ്റ് പേഴ്സണിൽ അത്ര ഇപ്പോൾ ഇൻട്രസ്റ്റഡ് അല്ല. എന്നാ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി കുറേ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്തു. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആക്ച്വലി ചേഞ്ച് ആയി. നമ്മളെപ്പോഴും ഒരു മാതിരി ലൈഫ് ജീവിക്കുമ്പോൾ നമ്മൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഞാനിത് ലവിൻ്റെ കാര്യത്തിലല്ല പറയണേ, ജനറലി നമ്മളുടെ ഹോബീസ് പെർസ്യൂ ചെയ്യാൻ സമയം കിട്ടും, വേറെ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ മേ ബി നിങ്ങൾക്ക് അതായിരിക്കും ഇപ്പോൾ പ്രയോറിറ്റി. ഈ ലവ് റിലേഷൻഷിപ്പിന് അത്ര പ്രയോറിറ്റി ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത്. അപ്പോൾ എനിവേ സാജിറ്റേറിയസ്, ഇതാണ് നിങ്ങൾക്ക് റീഡിങ്. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിംഗ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ എന്നെ ഇമെയിൽ ചെയ്യുക, ഓർ എൽസ് വെബ്സൈറ്റിൻ്റെ ത്രൂ മെസ്സേജ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും ഇമെയിലിൽ. ഇല്ല വെബ്സൈറ്റിൽ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയും എന്നെ അപ്രോച്ച് ചെയ്താൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് എങ്ങനെ റെസൊനേറ്റ് ആയി എന്ന് പറയുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.